കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തരൂർ പുകഴ്ത്തിയതിന്റെ വേദനയും അലമുറയും മാറിയിട്ടില്ല കോൺഗ്രസുകാർക്കിടയിൽ. തരൂരിന്റെ പ്രസ്താവനകളെ തള്ളിയും പുച്ഛിച്ചും കലിപ്പ് തീർക്കുകയാണ് കോൺഗ്രസുകാർ ഇപ്പോഴും. അതിനിടയിൽ പിണറായി സർക്കാരിന് വീണ്ടും പൂമാലയും പൂച്ചെണ്ടും പൊന്നാടയും ഒക്കെ മാറി മാറി കിട്ടുകയാണ്. ഇതാണ് എറിയാൻ അറിയുന്നവന്റെ കയ്യിൽ വടി കൊടുക്കണമെന്ന് പറയുന്നത്. പിണറായിയെ ഇകഴ്ത്താൻ പഠിച്ച പണി 18 നോക്കി തോറ്റു തൊപ്പിയിട്ടിരിക്കുമ്പോൾ പിന്നെയും ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ചു എന്ന് പറയും പോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യുവാക്കൾക്കായി പണം ചെലവിടുന്നതിൽ കേരളം മുന്നിലെന്ന് നീതി ആയോഗിന്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ട് പിണറായി സർക്കാർ അച്ചടിച്ച് പുറത്തിറക്കിയതല്ല. ഇനി പ്രതിപക്ഷ നേതാവിന് ശശി തരൂരിന്റെ പ്രസ്താവനകളോട് തോന്നിയ അതേപോലൊരു തോന്നൽ ഇക്കാര്യത്തിൽ തോന്നേണ്ട. സംസ്ഥാന സർക്കാരുകളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ ഇന്ത്യ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ് നീതി ആയോഗ്. അതായത് കണക്കുകൾ നോക്കുന്നതും പുറത്തുവിടുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് സാരം. ഇതിനി ഇപ്പോൾ ആരോട് ദേഷ്യം തീർക്കും വി.ഡി. സതീശൻ എന്ന് നോക്കിയിരുന്നു കാണണം. വിവിധ സർക്കാർ നയങ്ങൾ താഴെത്തട്ടിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക വികസനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ നീതി ആയോഗ് നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ ശരിയാം വിധം സംസ്ഥാന സർക്കാർ കൈപ്പറ്റുന്നില്ലെന്ന ആരോപണങ്ങളും കോലാഹലങ്ങളും ഒക്കെ അണിയറയിൽ നടക്കുമ്പോഴും തരാനുള്ള മടിയും കാലതാമസവും മാത്രമേ ഉള്ളൂ എന്നും കിട്ടുന്നതൊക്കെ ഒട്ടും ചോർന്നു പോകാതെ സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന തരത്തിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ പിണറായി സർക്കാരിന് അറിയാമെന്ന് വീണ്ടും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 18 മുതൽ 23 വരെയുള്ള പ്രായക്കാരുടെ ഇടയിൽ കേരളവും തെലങ്കാനയുമാണ് വിദ്യാഭ്യാസത്തിനായി കൂടുതൽ തുക നീക്കിവച്ചിരിക്കുന്നത്. ആന്ധ്രയും തമിഴ്നാടുമാണ് തൊട്ടുപിന്നിൽ. കേരളം സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3.46% വിദ്യാഭ്യാസത്തിനായി നൽകുന്നത്. ഇതിൽ 0.53% ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് ചെലവിടുന്നത്. കേരളത്തിന്റെ ലെറ്റസ് ഗോ ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ്സിനെയും റിപ്പോർട്ടിൽ പ്രശംസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോളേജുകൾ, സർവകലാശാലകൾ, മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയിൽ ഓൺലൈൻ ക്ലാസ്, പരീക്ഷ എന്നിവ ഉൾപ്പെടെയുള്ള പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഡിജിറ്റൽ സാങ്കേതിക സംവിധാനം ഒരുക്കുന്ന സർക്കാർ പദ്ധതിയാണ് ലെറ്റസ് ഗോ ഡിജിറ്റൽ. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഡിജിറ്റൽ സർവകലാശാലയും ചേർന്ന് 2021 നടപ്പാക്കിയ പദ്ധതിയാണിത്. ഡിജിറ്റൽ സർവകലാശാല, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ, വിവിധ സർവകലാശാലകൾ, IHRD, LBS, കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല എന്നീ സ്ഥാപനങ്ങളെ ഏകോപിപ്പിച്ചാണ് വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി നടപ്പിലാക്കിയത്. കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും അധ്യായം പൊതുവായ ലേണിംഗ് മാനേജ്മെന്റ് സംവിധാനത്തിലൂടെയാക്കുക, പരീക്ഷയുൾപ്പെടെയുള്ള പാഠ്യപദ്ധതി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പരിഷ്കരിക്കുക, ഉപകരണ ലഭ്യത, ഡാറ്റ ലഭ്യത തുടങ്ങിയ കാര്യങ്ങളിൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്നിവയാണ് പദ്ധതി വഴി ചെയ്തത്. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും ഡിജിറ്റൽ സർവകലാശാലയും യോജിച്ചു തയ്യാറാക്കിയ LMS മറ്റ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ നടപ്പിലാക്കി. 100 ദിവസത്തിനുള്ളിൽ മൂഡിൽ എലിമെന്റ് ഉപയോഗിച്ച് വിപുലമായ ലേണിംഗ് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചു. ഇതിന്റെ കേന്ദ്രീകൃത ക്ലൗഡ് സ്പേസ് ഡിജിറ്റൽ സർവകലാശാലയുടെ സഹായത്തോടെ ലഭ്യമാക്കുകയും സ്റ്റേറ്റ് ഡേറ്റാ സെന്റർ, മറ്റ് ക്ലൗഡ് പ്രൊവൈഡർ കമ്പനികൾ എന്നിവയുടെ സഹായം സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ കോൾനെറ്റ് എന്ന ശൃംഖല വഴി സർവകലാശാല ലൈബ്രറികളെ പൂർണ്ണമായി ഏകോപിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പിണറായി സർക്കാർ മുന്നോട്ട് തന്നെയാണ്.